ഹലോ നമസ്കാരം, എല്ലാവർക്കും RTM വഴിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന LPSTയുടെ ലേറ്റസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കോട്ടയം ജില്ലയിലും മറ്റൊരു ജില്ലയിലും പുതിയതായിട്ട് അഡ്വൈസ് വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 25 അഡ്വൈസാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഡിവിഷൻ ഫാളിൻ്റെ വലിയൊരു ആഘാതം അധികം സംഭവിക്കാത്ത ജില്ലകളിലൊന്നാണ് കോട്ടയം. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ മാത്രമല്ല, ഓപ്പൺ കോമ്പറ്റീഷനിലും ഏതാനും റാങ്കുകളിലേക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 12-ാം തീയതിയാണ് അതായത് ഇന്നാണ് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് പുറത്തു വന്നത്. ഞാൻ അറിഞ്ഞിരുന്നു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പല ജില്ലകളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലും അഡ്വൈസ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടും. ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒന്ന്, SC കാറ്റഗറിക്ക് കിട്ടേണ്ടിയിരുന്ന ടേൺ STയിലേക്ക് പോയിട്ടുണ്ട്. ST കാറ്റഗറിക്കാണ് വന്നിരിക്കുന്നത്. അത് NCA ഉള്ളത് കൊണ്ടാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 41, 42 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 41-ൽ STക്കാണ് ഉള്ളത്. SCയുടെ ടേൺ STക്കാണ് കിട്ടുന്നത്. അത് NCA ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഇനി ഒരു അഡ്വൈസും കൂടി SCയുടെ ടേണിൽ STയിലേക്ക് പോകും. 2 കാണുന്നുണ്ട്, 2 NCA ഉണ്ട്. അതാണ് അങ്ങനെ പോകാനായിട്ട് കാരണം. ബാക്കിയുള്ള എല്ലാം നമ്മൾ ടേണുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാനാണ്. ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ പിന്നീട് നിങ്ങൾ പറയുന്ന സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്യാം. അത് കണ്ട് തൊട്ടടുത്ത ഒരു ടേണും കൂടി ഉണ്ട്. നിങ്ങൾ ഒരു NCയും കൂടി അവിടെയുണ്ട്. അങ്ങനെ 25 അഡ്വൈസിലേക്ക് കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 7 അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ കാൻഡിഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് 18 ഫ്രഷ്. പിന്നെ ഒന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ ഡിവിഷൻ ഫാളിൻ്റെ ആഘാതത്തിൽ പിന്നെ അഡ്വൈസുകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഒരു അഡ്വൈസ്, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ തന്നെ ഒരു അഡ്വൈസും കൂടി നടന്നിട്ടുണ്ട് എന്ന് മാത്രം. വേറെ വേക്കൻസികളൊന്നും അവിടെ റിപ്പോർട്ടർ ആയിരുന്ന വേക്കൻസികളിലേക്കൊക്കെ ഡിവിഷൻ ഫാൾ കാരണം നിയമനം ഇപ്പം ഇല്ലാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ നിയമനം നടക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വേക്കൻസികൾ വരണം. അതാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും കൂടുതൽ പോസിറ്റീവായ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. പോസിറ്റീവായ അപ്ഡേറ്റുകൾ വരുന്നവർക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇനി നല്ലത് വരട്ടെ, നല്ലത് ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ.